സങ്കീർത്തനങ്ങൾ 9-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. എന്തെന്നാൽ എന്റെ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുൻപിൽ നാശമടയുകയും ചെയ്തു. അങ്ങെനിക്ക് നീതി നടത്തി തന്നിരിക്കുന്നു. അങ്ങ് ന്യായാസനത്തിലിരുന്ന് നീതിപൂർവകമായ വിധി പ്രസ്താവിച്ചു. അവിടുന്ന് ജനതകളെ ശകാരിച്ചു. അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു. അവരുടെ നാമം എന്നേക്കുമായി മായിച്ചു കളഞ്ഞു. ഓർമ്മിക്കുക, വിശുദ്ധ സീതാ കന്യകയുടെ ഓർമ്മദിനമാണിന്ന്. 1218 ഇറ്റലിയിൽ ലൂക്കായ്ക്ക് സമീപം മോന്ത് സെഗ്രാന്തി എന്ന ഗ്രാമത്തിൽ ജനിച്ചു. ഭക്തയും ദരിദ്രയുമായ അമ്മ മകളെ ശ്രദ്ധയോടെ വളർത്തിക്കൊണ്ടുവന്നു. തിരിച്ചറിവ് വന്ന നാൾ മുതൽ സീത ദൈവഭക്തിയോടെ ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം മനസ്സിലാക്കി പ്രവർത്തിച്ചു പോന്നു. വീട്ടിലെ ദാരിദ്ര്യം മൂലം 12-ാം വയസ്സിൽ വിശുദ്ധ ഫ്രീജിദിയന്റെ ദേവാലയത്തിനരികെ താമസിച്ചിരുന്ന ഫത്തിനെല്ലി എന്നയാളിന്റെ വീട്ടിൽ അവൾ വീട്ടുജോലിക്കായി പോയി. ഏൽപ്പിക്കുന്ന എല്ലാ ജോലികളും വളരെ സന്തോഷത്തോടെ നിറവേറ്റിയിരുന്നു. കുടുംബാംഗങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ എഴുന്നേറ്റ് അവൾ ദീർഘമായി പ്രാർത്ഥിക്കുകയും അടുത്തുള്ള ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും പതിവായി. പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുന്നതിനു വേണ്ടി പകൽ സമയത്ത് സകല ജോലികളും വലിയ ഉത്സാഹത്തോടെ ചെയ്തു തീർക്കും. അവളുടെ ഈ ഉത്സാഹശീലം രഹസ്യമായ അഹങ്കാരമാണെന്ന് മറ്റു ഭൃത്യന്മാരും അവൾക്ക് ഒന്നിനും ത്രാണിയില്ലെന്ന് യജമാനത്തിയും അവളെ കാണുന്നത് തന്നെ ഐശ്വര്യക്കേടാണെന്ന് യജമാനനും വിധിച്ചു. അവളെല്ലാം ശാന്തമായി സഹിച്ച് ദൈവതിരുമനസ്സിനെ കാഴ്ചവെച്ചു പോന്നു. സാവകാശം യജമാനനും യജമാനത്തിയും തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു നിധിയാണെന്ന് മനസ്സിലാക്കി തുടങ്ങി. സാഹചര്യങ്ങൾ മാറിയിട്ടും അവളുടെ എളിമയ്ക്കും ശാന്തതയ്ക്കും വിനയത്തിനും അന്തരമൊന്നും വന്നില്ല. യജമാനൻ അവളെ സർവാധികാരിയായി നിയമിച്ചു. ഭക്ഷണം റൊട്ടിയും വെള്ളവും മാത്രം. ഒഴിവുള്ളപ്പോൾ പൂർണ്ണമായ ഉപവാസവും ഒഴിഞ്ഞ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥനയിൽ സമയം ചിലവഴിച്ചു. അവൾക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ ദരിദ്രർക്ക് കൊടുക്കുകയായിരുന്നു. പ്രാർത്ഥനയിലും ദിവ്യകാരുണ്യ സ്വീകരണത്തിലും സമാധിയിൽ നിർലീനയാകുക പതിവായിരുന്നു. 60-ാം വയസ്സിൽ 1272 ഏപ്രിൽ 27-ാം തീയതി മുൻകൂട്ടി പറഞ്ഞിരുന്ന സമയത്ത് കൂദാശകളെല്ലാം സ്വീകരിച്ച് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. വീട്ടുജോലിയിൽ ജീവിതം ആരംഭിച്ച് വിശുദ്ധയായി മാറിയ സീതായെപ്പോലെ നമുക്കും ചെയ്യുന്ന ജോലിയിലൂടെ ദൈവത്തെ കണ്ടെത്തുവാനും വിശുദ്ധരായി മാറുവാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം എന്റെ ദൈവം എന്നെ എന്നും നയിക്കുന്നു. നയിക്കുന്ന ദൈവം എന്റെ ദൈവം എന്നെ എന്നും നയിക്കുന്നു. സർവശക്തനാണെന്റെ ദൈവം, നിത്യതാതനാണെന്റെ ദൈവം. ന്യായാധിപന്മാരെ നയിച്ചതുപോൽ എന്നെയും നീ നയിക്കണമേ. ന്യായാധിപന്മാരെ നയിച്ചതുപോൽ എന്നെയും നീ നയിക്കണമേ. സാംസനു ശക്തി പകർന്ന ദൈവം. എന്റെ ദുഃഖടവീഥികളിൽ എന്നെയും നീ നയിക്കണമേ. എന്റെ ദുർഘടവീഥികളിൽ എന്നെയും നീ നയിക്കണമേ. നയിക്കുന്ന ദൈവം എന്റെ ദൈവം എന്നെയും
സാമുവേലിനെ അഭിഷേചിച്ച ദൈവം എന്റെ ജീവിത പാതകളിൽ അഭിഷേകമായി നയിക്കണമേ എന്റെ ജീവിത പാതകളിൽ അഭിഷേകമായി നയിക്കണമേ. നയിക്കുന്ന ദൈവം എന്റെ ദൈവം എന്നെ എന്നും നയിക്കുന്നു നയിക്കുന്ന ദൈവം എന്റെ ദൈവം എന്നെ എന്നും നയിക്കുന്നു. സർവശക്തനാണെന്റെ ദൈവം നിത്യദാതനാണെന്റെ ദൈവം സർവശക്തനാണെന്റെ ദൈവം നിത്യതാതനാണെന്റെ ദൈവം ന്യായാധിപന്മാരെ നയിച്ചതുപോൽ എന്നെയും നീ നയിക്കണമേ ന്യായാധിപന്മാരെ നയിച്ചതുപോൽ